അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി ജോൺ. ഛത്തീസ്ഗഡിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷം പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം തിങ്കളാഴ്ച തോറും വൈകുന്നേരങ്ങളിൽ ഓൺലൈനിലൂടെ നടത്തപ്പെടുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. തമ്മിലൊരു ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി ജോണിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതായിട്ട് ഞങ്ങൾ ക്ഷണിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന് നമ്മോട് അരുളി ചെയ്ത യേശു കർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. എൻ്റെ പേര് പാസ്റ്റർ ഷാജി ജോൺ. ഞാനിപ്പോൾ കർത്താവിൻ്റെ പേരിലായിരിക്കുന്ന ഛത്തീസ്ഗഡ് സ്റ്റേറ്റിൽ റായ്പൂർ ജില്ലയിലാണ്. ഞാൻ ജനിച്ചു വളർന്നത് കേരളത്തിൽ തൃശ്ശൂർ എന്ന ജില്ലയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞാൻ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ തന്നെ ജനിച്ചു വളർന്നുകൊണ്ട് അതിൻ്റെ ചെറുപ്പകാലത്ത് ഒരു സാമുദായിക കൂട്ടായ്മയിലായിരുന്നുവെങ്കിലും ഞാൻ അല്പം കൂടി വളർന്ന സമയത്ത് ഞങ്ങൾ ബ്രദറൻ കൂട്ടായ്മയിൽ നിലനിൽപ്പ് വരുവാനും ഞങ്ങളുടെ കുടുംബമായി തന്നെ അങ്ങനെ അതിൽ നിന്ന് ഒരു 15 വയസ്സിൽ കർത്താവിനെ ജലത്തിൽ സ്നാനപ്പെടുത്തുവാനും കർത്താവിനെ കൃത്യത്തിൽ അംഗീകരിക്കുവാനായിട്ടും ഇടയായി തീർന്നു. എൻ്റെ ഭവനത്തിൽ എൻ്റെ ഭാര്യ ജെസി ഷാജി, എൻ്റെ പേര് പാസ്റ്റർ ഷാജി ജോൺ. എൻ്റെ 4 മക്കൾ, 2 പെൺപിള്ളേർ, 2 ആൺപിള്ളേരുണ്ട്. 2 പെൺപിള്ളേരുടെ വിവാഹം കഴിഞ്ഞ് അവരിപ്പോൾ ഒരാൾ ബോംബെയിലും ഒരാൾ ബാംഗ്ലൂരിലുമാണ് താമസിക്കുന്നത്. എൻ്റെ 2 ആൺമക്കൾ, ഒരാൾ ഇപ്പോൾ വിദ്യാഭ്യാസം ചെയ്യുന്നു, ഒരാൾ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു. മറ്റു കാര്യങ്ങൾ നമുക്ക് സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഞാൻ അറിയിക്കുന്നതിന് മുമ്പ് അരോമ ടി വിയുടെ ഈ വലിയ ദൗത്യത്തെ ഞാൻ ഓർക്കുന്നു. അതിന് ചുമൽ കൊടുത്തിരിക്കുന്ന ഡയറക്ടർ പാസ്റ്റർ ഡാനിയൽ ജോൺ സാറിനെ ഞാനിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രവർത്തനങ്ങളെ ദൈവം അധികമായി അനേകർക്ക് വിടുതലിനും ആശ്വാസത്തിനും കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതുപോലൊരു സാക്ഷ്യ പ്രോഗ്രാം ഞാൻ മറ്റു പലയിടത്തും കണ്ടെങ്കിലും ഈ അരോമ ടി വിയിലുള്ള പ്രവർത്തനം വലിയ അനുഗ്രഹമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഇതിനോടൊപ്പം തന്നെ ഞാനൊരു പ്രത്യേക വ്യക്തി കൂടെ ഓർക്കുകയാണ്. പാസ്റ്റർ ജോൺസൺ വർഗീസ് എന്ന വയനാട്ടിലുള്ള എൻ്റെ പ്രിയ സഹോദരൻ ഞാൻ ഓർക്കുകയാണ്. ആ ദേവദാസൻ മുഖാന്തരമാണ് ഞാൻ ഈ അരോമ ടി വിയുടെ ഈ സാക്ഷ്യ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഞാൻ ഒരു വാക്ക് ഒരല്പം കൂട്ടിപ്പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം എന്നെ ഇതിൽ സെലക്ട് ചെയ്യുവാനുള്ള പല കാരണങ്ങളുണ്ട്. കാരണം ഇതുവരെ ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ ആരോടും പറയാറില്ലായിരുന്നു. എൻ്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ഉറപ്പും അറിവുമുള്ള വ്യക്തിയായതുകൊണ്ട് അവരുടെ സമയത്ത് ചെന്നാൽ പോലും ഒരു സുവിശേഷ പ്രസംഗം ചെയ്യാനാണ് ഞാൻ താല്പര്യപ്പെടുന്നതും ദൈവവചനം പറയുവാനായിട്ടാണ് ലഭിക്കുന്ന സമയങ്ങളെല്ലാം ഞാൻ ഉപയോഗിച്ചിരുന്നത്. എന്നെ സംബന്ധിച്ച് ഇതൊരു ആദ്യത്തെ അനുഭവമാണ് സാക്ഷ്യം പറയുക എന്നുള്ളത്. സാക്ഷ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അനേക കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ അതെല്ലാം പറഞ്ഞ് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മയിലില്ലാത്തതുമാണ്. ഓർമ്മയിൽ നിന്നും പോയിട്ടുള്ള പല കാര്യങ്ങളാണ്. ഈ സാക്ഷ്യങ്ങൾ ഞാൻ പലപ്പോഴും ഭയപ്പെടുന്നത് അത് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയേക്കാം എന്നുള്ള ഒരു ഭയം എന്നിൽ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ട സാക്ഷ്യങ്ങൾ ഞാൻ പറയാതിരിക്കുന്നത്. എന്നാൽ ചില ദൈവഭക്തന്മാർ എന്നോട് പറഞ്ഞു, ആ സാക്ഷ്യങ്ങൾ അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുമെങ്കിൽ അത് പറയാതിരിക്കരുത്, ദൈവം ചെയ്ത ചില ഉപകാരങ്ങളെയും നന്മകളെയും ഓർക്കാതിരിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് ഞാൻ ഈ അരോമ ടി വിയിൽ വരുന്നതിന് മുമ്പ് തന്നെ ചില ദൈവഭക്തന്മാരോട് സംസാരിച്ച് അവർ എന്നെ എൻകറേജ് ചെയ്തു, പാസ്റ്റർ അത് പറയാതിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കുന്നത്. ഇത് കൃപയാൽ ശ്രദ്ധയോടെ കേൾക്കുകയും അവസാനം ദൈവവചനം 1-2 വാക്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കുകയാണ്.
ഞാൻ എൻ്റെ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും സുവിശേഷ വേല ഞാനൊരു ഭൗതിക നന്മകൾക്കോ ഭൗതിക അനുഗ്രഹങ്ങൾക്കോ ഒരിക്കലും ഞാൻ മുഖവില കൊടുത്തിട്ടില്ല. കാരണം എനിക്ക് അത്രമാത്രം അതിനെക്കുറിച്ചുള്ള അറിവോ ജ്ഞാനമോ ലോകപരിചയമോ ഇല്ലാത്തൊരു മനുഷ്യനാണ്. 1992 എൻ്റെ അളിയനും പെങ്ങളും മഹാരാഷ്ട്രയിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ സന്ദർശിക്കുവാൻ ഞാൻ ഒരിക്കൽ കേരളത്തിൽ നിന്ന് ആദ്യമായി പുറത്തു പോകുന്ന ഞാൻ അന്ന് മഹാരാഷ്ട്രയിൽ അവർ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദേശത്ത് കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. വെറുതെ ഒരു യാത്രയായിരുന്നു. എന്നാൽ അന്ന് ഈ വടക്കേന്ത്യയിലെ പല ഗ്രാമങ്ങളും കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു വലിയ വേദന ഉണ്ടായി. കാരണം ദൈവത്തെ അറിയാത്ത, ദൈവത്തെ മനസ്സിലാക്കാത്ത ഒരു വലിയ ജനം. അന്ന് ഞാൻ വിചാരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും ഏകദേശം ഒരു 10-60 വർഷം പുറകിൽ ജീവിക്കുന്ന ഒരു വലിയൊരു സമൂഹം. കാളവണ്ടിയിലുള്ള യാത്ര, അവരുടെ ഭക്ഷണ രീതികൾ, അവരുടെ വസ്ത്രധാരണങ്ങളെല്ലാം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു വേദന ഉണ്ടായി. കർത്താവിനെ അറിയിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള ഒരു ഉത്തമ ബോധത്തോടുകൂടെ 1993 കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുമായിട്ട് കേരളത്തിൽ നിന്ന് ആരോടൊരു സപ്പോർട്ട് ചോദിക്കാതെ ഈ ഹൃദയവേദനയോടുകൂടെ ഞങ്ങൾ അവിടുന്ന് കടന്നു വരാൻ അന്നൊരു ചെറിയൊരു ബാഗും അത്യാവശ്യം ഡ്രസ്സുമായിട്ട് ഞങ്ങൾ 1993 കേരളത്തിൽ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കടന്നു വരാൻ ഇടയായിത്തീർന്നു. അന്ന് എൻ്റെ ഈ സുവിശേഷ വേലയുടെ 2-3 ഘട്ടങ്ങൾ, ഒരു 6 ഘട്ടങ്ങളുണ്ട്. ആ 6 ഘട്ടങ്ങളിൽ കൂടെ കടന്നുപോയി ഞാൻ എൻ്റെ സമയത്ത് നിന്ന് മാറുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ആദ്യമായി കടന്നു വന്നത് 1993 ആന്ധ്രാപ്രദേശിലെ ആദിലാബാദ് എന്ന ജില്ലയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ എനിക്കറിയാൻ പാടില്ല സപ്പോർട്ട് കിട്ടുമെന്നോ ആൾക്കാർ സഹായിക്കുമെന്നോ ഒന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ എൻ്റെ ഭാര്യ അന്ന് ഒരു കുഞ്ഞുമായിട്ട് കടന്നു വരുമ്പോൾ അവിടെ നാഗ്പൂരിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന പാസ്റ്റർ പോൾ മലയടി എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാസം എനിക്ക് ഒരു 200 രൂപ സപ്പോർട്ട് തരുവാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെറിയ സപ്പോർട്ടൊക്കെ കിട്ടും. വലിയ സന്തോഷമായി. ആ 200 രൂപ കൊണ്ട് ഞാൻ ആദിലാബാദ് ജില്ലയിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. ഭാഷ അധികമൊന്നും അറിയത്തില്ലെങ്കിലും കൂടുതൽ സമയങ്ങൾ ട്രാക്ട് വിതരണം മാത്രമാണ് ആ സമയങ്ങൾ ചെയ്തത്. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന ട്രാക്റ്റുകൾ ഞാൻ ദിവസം പോലും ഓരോ വീടാന്തരം കയറി ഇറങ്ങി ട്രാക്റ്റ് വിതരണം ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അന്ന് എനിക്ക് ജീവിക്കുവാനായിട്ട് 200 രൂപ കൊണ്ട് യാതൊന്നിനും തികയുന്ന ഒരു സമയമല്ല. അന്ന് ഒരു ചെറിയ വീട്, ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയൊരു വീട് വാടകയ്ക്കെടുത്ത് 40 രൂപ വാടക, 5 രൂപ കറണ്ട് ബില്ല്, ഒരു ബൾബ് അവരിട്ടിട്ടുണ്ട്. അങ്ങനെ 45 രൂപ വീട്ടുവാടകയിൽ ചെറിയൊരു ജോപ്പടി. അത് പന്നികളൊക്കെ അവിടെ വിസർജനം ചെയ്യുന്ന ഒരു മൂലയ്ക്ക് ഒരു ചെറിയ ഒരു വീടെന്ന് പറഞ്ഞാൽ ഓലയല്ല, അവിടുത്തെ ഒരു ജോപ്പടി. ബാക്കി 155 രൂപ കൊണ്ട് വേണം ഞങ്ങളുടെ ജീവിത ചര്യകളെല്ലാം നടത്താൻ. അതിനകത്ത് ആഹാരമുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, മണ്ണെണ്ണ മേടിക്കണം. മണ്ണെണ്ണ മേടിക്കാൻ ഏകദേശം 50 രൂപ മണ്ണെണ്ണ ചിലവാകും. പിന്നെ ഈ 100 രൂപ കൊണ്ടാണ് ഞങ്ങൾ ഒരു മാസം കഴിഞ്ഞു പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുകയാണ്, ആ സമയങ്ങളിൽ പലപ്പോഴും എൻ്റെ ഉള്ളിൽ പൈശാചികമായൊരു ചിന്ത കടന്നു വരാറുണ്ട്. നിന്റെ വീടും നാടും എല്ലാം വിട്ടുപോയിട്ട് ഇന്ന് ഈ പട്ടിണി കിടക്കേണ്ട കാര്യം എന്താ? ഞാൻ ആ സമയങ്ങളിൽ എല്ലാ ദിവസവും ഉപവാസത്തോടു കൂടെ മാത്രമായിരുന്നു. ഞാൻ ഓർക്കുന്ന, ഒരു വർഷത്തോളം ആന്ധ്രാപ്രദേശ് കിടന്നപ്പോൾ എല്ലാ ഞായറാഴ്ച ഒരു നേരത്തെ ആഹാരം കഴിക്കുമായിരുന്നു. ആ ആഹാരം കഴിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അന്നേരം ഞാൻ പിശാചിനോട്, ഞാൻ ഉപവാസത്തോടു കൂടെയാണ് കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. ഞാനിപ്പോൾ അത് ഓർത്തു പോവുകയാണ്. എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയൊരു ഒരു സന്തോഷത്തിൻ്റെ ഒരു സമയം. ഞാൻ പിശാചിനോട് സംസാരിക്കുമായിരുന്നു, ഞാൻ ഉപവാസത്തിലാണ്. എനിക്ക് ആ ഒരു വർഷത്തോളം നല്ലൊരു ആഹാരം കഴിക്കാനായിട്ട്, ഒരു നേരം വയറ് നിറച്ച് കഞ്ഞി കുടിക്കുവാനായിട്ടില്ലായിരുന്നു. ഞാൻ പലപ്പോഴും സുശേഷ വേലയ്ക്ക് കടന്നു പോകുമ്പോൾ എൻ്റെ ഭാര്യയും അതുപോലെ തന്നെയായിരുന്നു, എൻ്റെ കുഞ്ഞിനും അങ്ങനെ തന്നെ അവസ്ഥയായിരുന്നു.
ഒരു അല്പം റേഷനരി എവിടുന്നെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ അത് ഒരു മാസം ഞങ്ങൾ എങ്ങനെയെങ്കിലും അത് കഴിക്കണമായിരുന്നു. ഒരു കറിയോ ഒരു കൂട്ടാനോ ഒരു മുളക് പൊടിയോ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മൂത്ത മോള്, അന്ന് അവൾ 2 വയസ്സുള്ളൂ, ആഹാരത്തിൻ്റെ കുറവ് കൊണ്ടും വളരെ വേനലിൻ്റെ ചൂട് കൊണ്ടും അവൾ യൂറിൻ ഇൻഫെക്ഷനായിട്ട് മൂത്രം ഒഴിക്കാൻ പറ്റാത്ത പോലെ എൻ്റെ കുഞ്ഞ് വളരെ വേദനയോടെ കരയുമായിരുന്നു. ഒരു സിസ്റ്റർ അന്ന് ആ കുഞ്ഞിനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ മരുന്നൊന്നും കൊടുത്തില്ല, കുറേ മരുന്നിന് എഴുതി തന്നു. പിന്നെ ഫ്രൂട്ട്സ് കൊടുക്കണമെന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങളെ ഈ ഒരു 10 വർഷം മുമ്പ് വരെ ഫ്രൂട്ട്സ് കഴിച്ചിട്ടില്ലാത്ത കുഞ്ഞുങ്ങളാണ്. കാരണം അത് ഞങ്ങൾക്ക് അതിനുള്ള വകയില്ലായിരുന്നു. അപ്പോൾ ഒരു മൽബറി അവിടെ ഉണ്ടായിരുന്ന, ഒരു മൽബറിയിൽ നിന്ന് ഒരു 5-6 മൽബറിക്ക ഞാൻ നോക്കിയപ്പോൾ 5-6 മൽബറിക്ക കിട്ടി. അത് എൻ്റെ കുഞ്ഞിന് കൊടുത്ത് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇതാണ് എനിക്ക് കൊടുക്കാനുള്ളൂ. അങ്ങനെ ആ ഫ്രൂട്ട്സ് കഴിച്ച് അല്പം വെള്ളം കുടിച്ച് കുഞ്ഞ് കിടന്നുറങ്ങി. അത് എഴുന്നേറ്റത് മുതൽ ഇന്ന് വരെ അവൾക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിട്ടില്ല. ദൈവം അത്ഭുതകരമായി ഒരു വിടുതൽ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ അവിടെ നിന്ന് പാസ്റ്റർ പോൾ മെലേഡി ഞങ്ങളെ നാഗപ്പൂരിലേക്ക് അവിടുത്തെ സഭയിൽ ശുശ്രൂഷിക്കുവാനായിട്ട് ഞങ്ങളെ ക്ഷണിച്ചു. ഞങ്ങൾ വളരെ പ്രത്യാശയോടെയും ആശയോടും കൂടെ 1994 നാഗപ്പൂരിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായിരുന്നു. അന്ന് എൻ്റെ സപ്പോർട്ട് അല്പം കൂടി കൂട്ടി 500 രൂപ എനിക്ക് സപ്പോർട്ട് നാഗപ്പൂരിൽ വെച്ച് ബഹുമാനപ്പെട്ട ദൈവദാസൻ എനിക്ക് തരാനായിട്ട് ഇടയായിരുന്നു. ആ 500 രൂപ സപ്പോർട്ട് കൊണ്ട് കർത്താവിൻ്റെ വേല അവിടുത്തെ സെൻട്രൽ സഭയിൽ കർത്താവിനെ ശുശ്രൂഷിപ്പാനായിട്ടും കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ ഓർക്കുകയാണ്, എല്ലാ ഞായറാഴ്ച ഞങ്ങൾ ആശീർവാദം പറഞ്ഞു കഴിയുമ്പോൾ ആമേൻ കർത്താവേ വേഗം വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സത്യമായിട്ട് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും വാസ്തവമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും, കർത്താവേ വരിക തന്നെ വേണം. കാരണം വീട്ടിൽ ചെന്നിട്ട് ഇനി ഞങ്ങൾക്ക് കഴിക്കാനില്ല. ഞങ്ങൾക്ക് അന്ന് 5 രൂപയ്ക്ക് 1 കിലോ തക്കാളി അവിടെ നാഗ്പൂരിൽ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് 1 കിലോ തക്കാളി മേടിച്ച് ഞങ്ങൾക്ക് കറി വെക്കാനായിട്ടില്ലാത്തൊരവസ്ഥയായിരുന്നു. വാസ്തവമായിട്ട് ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട്, കർത്താവെ നീ വാസ്തവമായി ഇന്ന് വരികയാണ്, ഞങ്ങൾക്ക് തിരിച്ച് പോരുമായിരുന്നു. അത് ഒരു തെറ്റായ സന്ദേശമാണ്. കാരണം നമ്മുടെ ലോകത്തിൻ്റെ നന്മകളോ സുഖങ്ങളോ അല്ല കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മളെ കാത്തിരിക്കേണ്ടത്. അത് അന്ന് വാസ്തവമായിട്ട് ഞങ്ങളങ്ങനെ വിചാരിച്ചിരുന്ന അന്നത്തെ അറിവില്ലായ്മ കൊണ്ടാണ്. എന്നാൽ കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ മാറ്റി നിർത്താൻ കഴിയുകയില്ല എന്ന് പൗലോസ് പറഞ്ഞത് അത് ഇന്നൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അന്ന് വാസ്തവമായിട്ട് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു, കർത്താവെ നീ വരുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് കഞ്ഞിക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അന്ന് ആ സമയത്ത് എൻ്റെ 2ാമത്തെ മോള് പ്രസവിച്ചു. ആ കുഞ്ഞിന് 1 വയസ്സ് പോലും തികയാത്ത സമയത്ത് അവിടുത്തെ കഠിന തണുപ്പ് കാരണം മുഖമെല്ലാം വിണ്ട് കീറി രക്തം ഒലിക്കുമായിരുന്നു. അതിനൊരു എണ്ണ മേടിച്ച് തേക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഈ 500 രൂപ തികയെ നിങ്ങൾ വിചാരിക്കുമായിരിക്കും, ഈ 500 രൂപ കൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ എക്സ്ട്രാ ചിലവുകളാണ്, എണ്ണ മേടിക്കുന്നതും അല്ലെ മറ്റു കാര്യങ്ങളൊക്കെ മേടിക്കുന്നത് എക്സ്ട്രാ ചിലവായതുകൊണ്ട് ഈ എക്സ്ട്രാ ചിലവുകൾ ഞങ്ങൾ മാറ്റുക. അന്ന് പോൾ മലി പാസ്റ്ററിൻ്റെ ഒരു ഡ്രൈവർ ഷാജി എന്ന് പേരായിട്ട് ഒരു ബ്രദർ ഒരു 10 രൂപ കൊണ്ട് തന്നത് ഞാൻ ഇന്നും അതൊരു 10,000 രൂപയുടെ കണക്കിൽ എന്നും ഓർക്കുകയാണ്. എൻ്റെ കുഞ്ഞിന് ഒരു ചെറിയ ബോറോ പ്ലസ് മേടിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് തേക്കുവാനായിട്ട് ഇടയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ അവിടെ താമസിക്കുന്ന ഒരു വീട്, ഒരു റൂം ഈ നാഗ്പൂര് ഫ്രണ്ട്സ് കോളനിയുടെ അടുത്ത് ഒരു കക്കൂസിൻ്റെ ഈ ടാങ്കിൻ്റെ മുകളിൽ റൂം പണിതിരിക്കുക. അതാണ് ഞങ്ങളുടെ റൂം. അവിടെ ഇതിന് ഓവർഫ്ലോ ആയതുകൊണ്ട് കുറേ ചാക്കുകൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ടാണ് ഞങ്ങളവിടെ താമസിക്കുന്നത്. കുറേ ചാക്കുകൾ അതിൻ്റെ മുകളിൽ. ആക്ച്വലി അതിൻ്റെ ഈ ഓവർഫ്ലോ മുകളിലേക്ക് വന്ന് അത് നനഞ്ഞ് ഈ കക്കൂസ് മാലിന്യത്തിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളും വരുന്ന ഒരു സ്ഥലത്താണ് ഞാനും എൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും അന്ന് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ആരോടും പരിഭവമില്ലായിരുന്നു, കാരണം ഞങ്ങൾക്ക് അത് അറിയത്തുമില്ലായിരുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വന്നതാണല്ലോ. അതുകൊണ്ട് ആരെങ്കിലും തരുന്നവരുണ്ടോ എന്ന് ഞങ്ങൾ കണ്ടിട്ടുമില്ല. ഞങ്ങൾക്ക് അത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അവിടെ ഏൽപ്പിച്ച ആ സ്ഥലത്ത് ഞങ്ങൾ ഇരിക്കുവാനായിട്ട് കഴിയുന്നത്. എന്നെ ഒരു ചേഞ്ച് വരുത്തിയത് അവിടെ നിന്നാണ്. അന്ന് ഞാൻ ഓർക്കുന്നു, മുൻപ് പരിചയപ്പെട്ട ഒരു ദൈവദാസൻ
TP സണ്ണി സഹോദരൻ എന്ന PG വർഗീസിൻ്റെ ഒരു കർത്തദാസൻ നാഗ്പൂർ വന്നപ്പോൾ ഞാനൊരു മലയാളി എന്ന നിലയ്ക്ക് എന്നെ ഒന്ന് കാണുവാനായിട്ട് കിടന്നു വന്നു. അദ്ദേഹം എന്നെ കണ്ട് ഈ റൂമിൽ കയറി കഴിയുമ്പോൾ അദ്ദേഹത്തിന് വെള്ളം കുടിക്കുവാൻ, ഞങ്ങൾക്കറിയത്തില്ല ഇതിൻ്റെ മണം എന്നാണെന്ന്. കാരണം ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെ കിടക്കുന്നതുകൊണ്ട്, ഞങ്ങൾക്ക് അവിടെ സുഖമായിട്ട് രാത്രി കിടന്നുറങ്ങുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. പകൽ രാത്രി ഞങ്ങൾക്ക് അറിയത്തില്ല അതിൻ്റെ മണം എന്നാന്ന് അറിയത്തില്ല. ഇദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ അദ്ദേഹം അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാ ദൈവദാസനെ ഞങ്ങളുടെ വെള്ളം പോലും? അല്ല പാസ്റ്ററെ, അതങ്ങനെ എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നെ ആശ്വസിച്ച് കടന്നു വന്ന് PG വർഗീസുമായിട്ട് സംസാരിച്ച് ഒരു ചെറിയ സപ്പോർട്ടിൽ അവിടെ PG വർഗീസ് അങ്കിളിൻ്റെ ഒരു സംഘടനയുണ്ട്. അവരുടെ മെയിൻ സംഘടന അല്ലാത്ത ഒരു സുവിശേഷ സംഘടനയുണ്ട്. 1500 രൂപ സപ്പോർട്ട് കിട്ടുന്ന ഒരു സംഘടനയ്ക്ക് എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞ്, പാസ്റ്ററെ ഞങ്ങളുടെ കൂടെ നിൽക്കണം, ഞാൻ എന്തെങ്കിലും ചെറിയ വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഉമ്മർക്കേട് എന്ന് പറയുന്ന മഹാരാഷ്ട്രയുടെ ഒരു സ്ഥലത്തേക്ക് ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ട് കടന്നു പോകാനായിട്ട് കഴിയും. ഞാനത് പോകാൻ നേരത്ത് പോൾമടി സാറിനോട് പറഞ്ഞു, സാറേ പാസ്റ്ററെ ഞാനിങ്ങനെ അവിടേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹം വാസ്തവ സന്തോഷമായിട്ട് എന്നെ യാത്രയപ്പൊക്കെ ചെയ്തു, എന്നെ നല്ല അനുഗ്രഹമായിട്ട് പ്രാർത്ഥിച്ച് വിടുവാനായിട്ട് ഇടയായിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഒരു ചെറിയൊരു ചാക്കിനകത്ത് കുറച്ച് സാധനങ്ങളുമായിട്ട് അവിടെ നിന്ന് ബസ് കയറി ഉമ്മർക്കേട് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നെത്തി. അവിടെ ഞാൻ പറഞ്ഞല്ലോ 1500 രൂപ എനിക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിലും ഒരു 1600 രൂപ വാടക കൊടുക്കേണ്ടതായിട്ട് വന്നു. എങ്കിലും അവിടെ കർത്താവിൻ്റെ വേല 1995 മുതൽ അവിടെ ചെയ്യുവാനായിട്ട് ഇടയാക്കുന്നത്. എൻ്റെ സാക്ഷ്യത്തിനിടയ്ക്ക് നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഈ പറയുന്നത് കാര്യങ്ങൾ എന്താ, ഈ ഇല്ലായ്മകളും കുറവുകളും മാത്രമേ ഇത് പറയുന്നതെന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഇതൊരു സാക്ഷ്യമായതുകൊണ്ട് മാത്രമാണ് ഞാനത് പറയുന്നത്. അവിടെ വന്ന് കർത്താവിൻ്റെ വേല ഉമ്മർക്കേട് എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ സമയത്ത് ഭാഷയൊക്കെ എനിക്ക് അറിയാമായിരുന്നു. അനേക ദൈവദാസന്മാരും ദൈവമക്കളും ഇന്നും അനേക സഭകളിൽ എൻ്റെ പ്രവർത്തനം മുഖാന്തരം ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്ന സെൻട്രൽ പാസ്റ്റർമാരായിട്ടുള്ള അനേകർ ഇന്ന് വടക്കേ ഇന്ത്യയിലെ പല പ്രദേശങ്ങളും ഉണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ വന്ന കാലത്ത് ഈ പറഞ്ഞ പോലെ വലിയ പ്രയാസങ്ങൾ, അന്ന് പ്രയാസങ്ങൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിക്കാനായിട്ട് ഇടയായിത്തീർന്നത്. ഒരിക്കൽ ഞങ്ങൾ അനേക നാളുകൾ, കേരളത്തിലെ ഇത് കേൾക്കുന്ന മലയാളിക്കറിയാം, നമ്മൾ ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾ ഇറച്ചി മേടിച്ച് അന്നൊരു ആഹാരം കഴിക്കുന്ന, ഏതെങ്കിലും ദിവസം ഇല്ലെങ്കിലും ഞായറാഴ്ച നമ്മൾ അത് കഴിക്കുന്നത്. എന്നാൽ വർഷങ്ങളോളം ഞങ്ങൾക്കൊരു ഇറച്ചി കഴിക്കാനില്ലാതെ ഞങ്ങൾ പലപ്പോഴും വീട്ടിൽ കയറി വരുന്ന ഈ അടയ്ക്കാപ്പ് വീട്ടിൽ വരുന്ന ഒരു കുരുവിക്കിളിയുണ്ട്, അതിനെ ഞങ്ങൾ പിടിച്ച് തീയൊക്കെ കത്തിച്ച് വെറുതെ ചൂടാക്കി ചുട്ട് ഞങ്ങളത് തിന്ന് ഞങ്ങൾ ഇറച്ചി കഴിക്കുന്ന ആ കൊതി മാറ്റാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം. ഒരിക്കൽ ഞാൻ വീട്ടിലൊന്നും ആഹാരത്തിനൊരു വഴിയുമില്ലാതെ ഇരിക്കുക, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകുന്ന വഴിക്ക് ഞാൻ മലമുകളിൽ കയറി നിന്ന് തെക്കോ കേരളത്തിലേക്ക് നോക്കി പലപ്പോഴും കരയുമായിരുന്നു. കർത്താവേ, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും സഹോദരനൊക്കെ നല്ല രീതിയിൽ സുഖമായിട്ടൊക്കെ കഴിയുന്നല്ലോ, എനിക്ക് ഒരു നേരത്തെ ആഹാരമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരയുമ്പോൾ വീട്ടുകാരറിയാതെ വേണം ഞാൻ മലയിൽ കയറിയൊക്കെ കരയുമായിരുന്നു. വിശപ്പ് സഹിക്കാതെ ഞാൻ കണ്ണുനീരോടെ കരഞ്ഞിട്ടുള്ള അനേക സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ ഞാൻ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഒരു ക്രിസ്ത്യാനികളൊന്നുമല്ല അല്ലാത്ത ജനങ്ങൾ, അവർ ഒരു ദിവസം അവിടെ ഈ ചോളം വെറുതെ ഇടിച്ച് പൊടിച്ച് അവർ ഏതാണ്ട് ആഹാരം ഉണ്ടാക്കുക. അപ്പം എനിക്ക് ഒരു ചെറിയൊരു കവറിനകത്ത് വന്നു. ഞാൻ വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടെ ഈ ചോളം ഇടിച്ച് പൊടിച്ച, ചോളപ്പൊടിയല്ല, അവിടെ പച്ചയ്ക്ക് അവിടെ ഇടിച്ച് പൊടിക്കുന്ന ഒരു ഇതാണ്, വീട്ടിൽ കൊണ്ടുവന്ന്. അപ്പോൾ എൻ്റെ കുഞ്ഞ് ആഹാരം കഴിച്ചിട്ടില്ല, എൻ്റെ ഭാര്യ ആഹാരം കഴിച്ചിട്ടില്ല, 2 ദിവസമായിട്ട് ആഹാരമേ വെച്ചിട്ടില്ല അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടി. ഞാൻ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ അവളും വളരെ ക്ഷീണിതയായിട്ട് കിടക്കുകയാണ്, ഒന്നും ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞ്, ജെസ്സി എനിക്ക് ഇത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് എഴുന്നേറ്റിരിക്കാൻ വയ്യ അച്ഛാ, ഞാൻ കിടക്കുകയാണ്. അപ്പം ഞാനത് ഒരു ചെറിയൊരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുറുക്കിക്കൊണ്ടിരിക്കാം. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഈ കുറുക്കൊക്കെ കഴിച്ച ഓർമ്മയുള്ളതുകൊണ്ട് ഞാനത് അല്പം വെള്ളത്തിലിട്ട് ഇങ്ങനെ കുറുക്കിക്കൊണ്ടിരിക്കുക. അപ്പം എൻ്റെ മോള് അവൾ എഴുന്നേറ്റ്, പപ്പ ഇതിങ്ങനെ കുറേ നേരം ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്ന ചോറാവുമോ എന്നോട് ചോദിച്ചു. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ 2 3 ദിവസങ്ങളായി ആഹാരം കഴിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ
കർത്താവ് ഇത് ചോറാക്കി തരും മോളെ എന്ന് പറഞ്ഞ് ഞാൻ അത് കലക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് ഇവരെല്ലാം കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ ക്ഷീണിതരായിട്ടാണ്. അന്ന് ഏകദേശം ഒരു 500 കിലോമീറ്റർ അകലെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ TP സണ്ണി എന്ന് പറഞ്ഞ എൻ്റെ പ്രിയ സഹോദരൻ ഒന്ന് കറങ്ങി ഞങ്ങളൊന്ന് കാണാനായിട്ട് വരിക. വന്ന് പുള്ളി എൻ്റെ വീട്ടിൽ കയറി നോക്കുമ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി അടച്ചു വെച്ചിരിക്കുക. കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുകയാണ്. ഭാര്യ പെട്ടെന്ന് എഴുന്നേറ്റ് എന്ത് ചെയ്യാൻ പറ്റും? ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കുന്ന അത് ആകെ ഞങ്ങളൊരു ഭയങ്കര ഒരു വിഷമത്തിലായി. പുള്ളി അകത്ത് അടുക്കളയിൽ കയറി പാത്രം നോക്കിയപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് ദിവസങ്ങളോളം ഈ പാത്രം ഉപയോഗിച്ചിട്ടില്ല എന്ന്. ഉടനെ പുള്ളി എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന ഒരു ചാക്ക് എടുത്തുകൊണ്ട് കടയിൽ പോയിട്ട് അത് നിറച്ചും അരിയും സാധനങ്ങളും വരുന്ന വഴിക്ക് കോഴിയിറച്ചിയും മീനും എല്ലാം മേടിച്ചുകൊണ്ട് വന്ന്, ഞാൻ പറയട്ടെ, എൻ്റെ കുഞ്ഞിന്നും വിശ്വസിക്കുന്നു അന്ന് കുറിക്കൊണ്ടിരുന്നത് ദൈവം ആഹാരമായി തന്നായിട്ട്. അതിനുശേഷം അദ്ദേഹം, ദേവദാസൻ, ഞാൻ PG വർഷൻ്റെ കൂടെ നിങ്ങൾ ചേർക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്പം കൂടി നിങ്ങൾക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ലഭിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സമ്പത്തിന് വേണ്ടിയോ സപ്പോർട്ടിന് വേണ്ടിയോ ഇന്ന് വരെയും ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കൈ നീട്ടിയിട്ടില്ലാത്തൊരു മനുഷ്യനാണ്. സുവിശേഷം പറഞ്ഞുകൊണ്ട് ഒരു വീട്ടിലോ ഒരു വ്യക്തിയുടെ മുമ്പിൽ പോയി ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞോ അല്ലെ മറ്റിതര കാര്യങ്ങൾ പറഞ്ഞോ ഞാൻ സമ്പത്തിന് വേണ്ടി ആഗ്രഹിക്കാത്തൊരു മനുഷ്യനാണ്. ഓരോരുത്തർ വന്ന് പറയുമ്പോൾ ശരി പോയേക്കാം എന്ന് കരുതി പോകുന്നതല്ലാതെ ഇന്ന് വരെയും എൻ്റെ ജീവിതത്തിലൊരു മനുഷ്യനോട് ഞാനൊരു സുവിശേഷം പറഞ്ഞ് സാമ്പത്തിക നന്മയ്ക്കോ അനുഗ്രഹത്തിനോ പോയിട്ടില്ല. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുമില്ല. ഇന്ന് ഞാൻ ഈ സാക്ഷ്യത്തിന് മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് പോലും ഒരു മനുഷ്യനോട് ഞാൻ, അല്ലെങ്കിൽ കർത്താവിനോട് പോലും ഞാൻ, കർത്താവ് എനിക്ക് സാമ്പത്തിക സ്ഥിതി എന്നെ ഒന്ന് ഉയർത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. അതിനുശേഷം അംബികാപൂർ എന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയിലായി. അവിടെ ചെറിയ സപ്പോർട്ട് 1500 സപ്പോർട്ടും വീട്ടുവാടകയും തന്ന് കർത്താവിൻ്റെ വേല അവിടെ ചെയ്യാനായിട്ട് 2-3 വർഷത്തോളം അവിടെ കർത്താവിൻ്റെ വേല ചെയ്തു. അവിടെ അനേക സഭകൾ PG അങ്കിളിൻ്റെ കീഴിലുള്ള 2-3 സഭകൾ സ്ഥാപിക്കുവാൻ ഇടയായി തീർന്നു. അവിടെ നിന്ന് അനേകർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഗ്രാമങ്ങളിൽ നിന്ന് കൊണ്ടുപോയി. ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് അവരെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് ബ്രഷ് തേക്കുവാൻ കൊടുക്കുമ്പോൾ അവർ വെറുതെ ബ്രഷ് എടുത്തിങ്ങനെ ചവച്ച് ഉള്ള അനുഭവം എനിക്കറിയാം. ഒരു സഹോദരൻ, ഒരു സുനിൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഞാൻ ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവന്നു. എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പിറ്റേ ദിവസം ബൈക്കോളെ കൊണ്ടുവിടാനായിട്ട് പോകുമ്പോൾ അയാൾ ബ്രഷ് മേടിച്ചു കൊടുത്തപ്പോൾ ആ ബ്രഷ് ഇരുന്ന് ചവയ്ക്കാനായിട്ടിടയായി. കാരണം അവർക്ക് ഈ കമ്പ് കടിച്ച് ഉള്ള പരിചയവും. അദ്ദേഹം ഇന്ന് അംബികാപൂർ ജില്ലയിലെ സെൻട്രൽ പാസ്റ്ററാണ്. കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. PG അങ്കിളിൻ്റെ കൂടെ സെൻട്രൽ പാസ്റ്ററായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ആ സമയത്ത് എനിക്ക് കേരളത്തിലേക്ക് അനേക നാളുകളായി എൻ്റെ അമ്മയെ, എൻ്റെ സഹോദരനെ കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ കേരളത്തിലേക്ക് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. നമുക്കറിയാമല്ലോ, വലിയ സാമ്പത്തിക അവസ്ഥകളൊന്നും ഇല്ലാത്ത ആ സ്ഥിതിയിൽ എൻ്റെ അമ്മയെ കാണുവാനായിട്ട് ഞാൻ കേരളത്തിലേക്ക് കടന്നുപോയി. കേരളത്തിലേക്ക് ചെല്ലുമ്പോൾ അവരെല്ലാം കണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ രണ്ടാമത്തെ മോളിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. അവളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ബൈക്ക് വന്നിടിച്ച് അവൾ പെട്ടെന്നും അവളുടെ തലയ്ക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. 38 സ്റ്റിച്ച് ഉണ്ടായിട്ട് വന്നു. അങ്ങനെ വലിയൊരു സീരിയസ് കേസായിരുന്നു. അതിന് മുഖാന്തരം, ആ ചികിത്സ മുഖാന്തരം വടക്കേന്ത്യയിൽ കടന്നു വരാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം PG അങ്കിളിൻ്റെ ഗ്രൂപ്പിലൊരു പ്രത്യേക നിയമമുണ്ട്. കേരളത്തിൽ പോയി 3 മാസത്തിനകം തിരിച്ചു വന്നില്ല എങ്കിൽ അവരെ വീണ്ടും ഈ ഗ്രൂപ്പിൽ
എടുക്കുന്നതല്ല. അതുകൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ പി ജി അങ്കിളിൻ്റെ പ്രസ്ഥാനത്തിൽ നിന്ന് പി ജി അങ്കിൾ ഇന്നുവരെ എന്നെ മാറ്റി നിർത്തിയിട്ടില്ല. ഞാൻ മാറിപ്പോയിട്ടുമില്ല. എൻ്റെ ഹൃദയം കൊണ്ടിന്നും അദ്ദേഹത്തെ ഞാൻ മാനിക്കുന്നു. അത് അങ്ങനെ പോകേണ്ടതായൊരു നിയമമുള്ളത് കൊണ്ട് എനിക്ക് വീണ്ടും തിരിച്ച് വരാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ കേരളത്തിൽ കർത്താവ് എൻ്റെ വീടിനോട് അടുത്ത് തന്നെ ഞാൻ വീട്ടിൽ തന്നെ താമസം തുടങ്ങി. എന്നാൽ എന്തെന്നറിയത്തില്ല, അല്പനാളുകൾക്കകം എൻ്റെ സഹോദരങ്ങളും എൻ്റെ അമ്മയും എല്ലാം എന്നോട് വളരെ എതിരായി തീർന്നു. ഞാൻ അങ്ങനെ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് മാറേണ്ടതായിട്ട് വന്നു. അങ്ങനെ അവിടെ മുതൽ വീണ്ടും എൻ്റെ നേരത്തെ ജീവിതം അത് തന്നെ വീണ്ടും തുടങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ, ഞാൻ 2 വർഷം കേരളത്തിൽ താമസിക്കേണ്ടതായിട്ട് വന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾക്ക് 2 വർഷം സ്കൂളിൽ പോകാനായിട്ട് സാധിച്ചില്ല. കാരണം അവർക്ക് കേരളത്തിൽ കൊടുക്കേണ്ട ഫീസ് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞതുകൊണ്ട്. വേറൊരു സഭക്കാരും അവിടെ പി ജി അങ്കിളിൻ്റെ സഭകളില്ലാത്തതുകൊണ്ട് എനിക്കൊരു സഭ ലഭിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ളവരെ വടക്കേന്ത്യയിൽ ഇവിടെ അനേകർ കേരളത്തിൽ നിന്ന് വന്ന് വടക്കേന്ത്യ പ്രവർത്തനം ചെയ്ത് പോയി സാക്ഷ്യം പറയുന്നവരുണ്ട്. പക്ഷേ വാസ്തവമായി വടക്കേന്ത്യയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ആർക്കും അവിടെ ഒരു സാക്ഷ്യത്തിന് പോലും സമയം ലഭിച്ചിട്ടില്ല എന്ന് എൻ്റെ അനുഭവത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. എനിക്കത് അവിടെ ഒരു സഭയോ ഒന്നും ലഭിക്കാത്തതുകൊണ്ട് ഞാൻ 2 വർഷത്തോളം വളരെ ഭാരപ്പെട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ പോലും സ്കൂളിൽ പോലും പോകാതെ അവർ നാണത്തോട് അവരുടെ കൂട്ടുകാരൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ വേദനയോടെ ഇരിക്കുന്നൊരു അനുഭവമുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ ദൈവദാസൻ പാസ്റ്റർ ജോൺസൺ വർഗീസിനെ പരിചയപ്പെടുന്ന. അദ്ദേഹം ഫുൾ ഗോസ്പൽ ചർച്ചിൻ്റെ ഒരു പാസ്റ്ററായിട്ട് ഞങ്ങളുടെ അവിടെ വന്ന് ഞാനും ആ സഭയിൽ വിശ്വാസിയായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അദ്ദേഹത്തിനറിയാം എനിക്ക് ഹിന്ദി അറിയാം, ഞാൻ വടക്കേന്ത്യയിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പാസ്റ്റർ ഡാനിയൽ ഐരൂരിനോട് എൻ്റെ ഈ കാര്യം സംസാരിക്കുവാൻ ഇടയായിത്തീർന്നു. വടക്കേന്ത്യയിലേക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇദ്ദേഹത്തെ വിടണം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് മുഖാന്തരം അവിടെ നിന്ന് വടക്കേന്ത്യയിലേക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1999 കാലഘട്ടത്തിലായിരുന്നു ഞാൻ കേരളത്തിലേക്ക് പോയത്. 2002 ഞാൻ കേരളത്തിൽ നിന്ന് വടക്കേന്ത്യയിലേക്ക് വീണ്ടും വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ സമയത്ത് ഈ വടക്കേന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളൊരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വെച്ചിരുന്നു. ആ പ്രാർത്ഥന ഞാൻ അറ്റൻഡ് ചെയ്തു. അന്ന് എന്നോടൊരു 21 ദിവസവും എന്നോട് യാതൊരു ദൈവാത്മാവ് എന്നോട് ഇടപെട്ടില്ല. 21-ാം ദിവസം ഒരു എഴുത്ത് ഞാൻ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. കുമാരി എന്ന് പേരായിട്ടൊരു എഴുത്ത്, കുമാരി. അപ്പോൾ ഞാൻ ഇത് ആരോടും പറയാൻ പറ്റാത്തൊരു അവസ്ഥയായി പോയല്ലോ. വളരെ വലിയ അക്ഷരത്തിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും കുമാരി 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 3 പ്രാവശ്യം എഴുതി കാണിച്ചു. ഞാനത് അല്പം തമാശയോടുകൂടെ പറയട്ടെ, എൻ്റെ വീട്ടിൽ പോലും പറയാൻ പറ്റാത്തൊരു അവസ്ഥയായി. കാരണം എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവില്ലായിരുന്നു. ഈ കുമാരി എന്ന് കേരളത്തിൽ പറയുന്നത് ഒരു സഹോദരിമാരുടെ പേരായതുകൊണ്ട് ഞാനത് എൻ്റെ മനസ്സിൽ വെച്ച്, കർത്താവ് ഇതെന്താണ് എന്നോട് കുമാരി എന്ന് മാത്രം എഴുതി കാണിച്ച് ഞാനത് വളരെ വേദനപ്പെട്ടു. എങ്കിലും അവിടുന്ന് 2002 അതുവരെ എനിക്ക് ഇപ്പോൾ 4 മക്കൾ, 4ാമത്തെ മോൻ കേരളത്തിൽ വന്ന് ജനിച്ചു. ഞാൻ 4 മക്കളും അവിടുന്ന് വരുമ്പോൾ ദാനിയൽ സാർ എനിക്ക് ഒരു കൂട്ടായ്മ തന്നു. അദ്ദേഹം പറഞ്ഞു, അവിടെ ചെന്ന് വടക്കേന്ത്യയിൽ ചെന്ന് വീട് വാടകയ്ക്ക് എടുക്കണം, അവിടെ നിങ്ങൾക്ക് 1 മാസം താമസിക്കണം, പല കാര്യങ്ങളുള്ളതുകൊണ്ട് നിങ്ങൾ വളരെ കാര്യമായിട്ട് അദ്ദേഹം എന്നെ യാത്ര അയച്ചു ഒരു 3500 രൂപ എനിക്ക് നൽകി തരാനായിട്ട് ഇടയായിരുന്നു. വടക്കേന്ത്യ ചെന്ന് വീടെടുക്കണം, നിങ്ങൾക്ക് പായെടുക്കണം, പല കാര്യങ്ങളുള്ളതുകൊണ്ട് ഇത് വളരെ കാര്യമായിട്ട് അദ്ദേഹം, ഞാൻ ഇപ്പോൾ സ്നേഹത്തോടെ വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ആദ്യമായിട്ട് അത്രയൊരു പൈസ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തരുന്നത് പാസ്റ്റർ ദാനിയൽ ഐരൂർ സാർ മാത്രമാണ്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ടിക്കറ്റ് എടുത്ത് തന്നു. അതിനുശേഷം ഒരു 3500 രൂപ എന്നുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ഇടയായിത്തീർന്നു. ഇവിടെ വന്ന് ഞങ്ങൾ യാത്രയിൽ വീട് ലഭിക്കാതെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടി ഇവിടെ വന്നു.
ഞാൻ ഒന്ന് പറയട്ടെ, 2 ദിവസം ഞങ്ങളൊരു ഒരു ഹോട്ടലിൽ താമസിക്കേണ്ടി വന്നു. കാരണം വീടുകൾ ലഭിക്കാതെ. അവസാനം ഇതിൽ ഒരു 2000, 2500 രൂപ നഷ്ടപ്പെട്ടു പോയി. വാടകയെല്ലാം കൊടുത്തു. അതിനുശേഷം പണമില്ലാതെ ഞങ്ങൾ അവിടുന്ന് ഒരു ട്രെയിനിൽ കയറി ഒരു രാത്രിക്ക് വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക. ദുർഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തി എന്ന് കരുതി ഞങ്ങൾ ട്രെയിൻ നിന്നപ്പോൾ ചാടി ഇറങ്ങി. ഒരു രാത്രിയാണ്, രാവിലെ ഒരു രാത്രി എന്ന് പറഞ്ഞാൽ ഒരു 4-4:30 ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തി എന്ന് കരുതി ഞങ്ങൾ അവിടെ ചാടി ഇറങ്ങി. ഞങ്ങളുടെ കയ്യിലിരുന്ന സഞ്ചിയും ബാഗും ഒക്കെ വെച്ച് താഴെ ഇറങ്ങി കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് സ്റ്റേഷൻ അല്ലായിരുന്നു, ഏതോ ക്രോസിങ്ങിന് വേണ്ടി വണ്ടി നിർത്തിയതായിരുന്നു. വണ്ടി വിട്ടുപോവുകയും ചെയ്തു. ഞങ്ങൾ വീണ്ടും അവിടുന്ന് ഈ ബാഗും ഈ സഞ്ചിയെല്ലാം എടുത്തുകൊണ്ട് ഞങ്ങൾ രാത്രിക്ക് നോക്കുമ്പോൾ ഒരു വെട്ടം കാണാം. ആ വെട്ടം കാണുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ നടന്ന് വരുമ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. അതിൻ്റെ പേര് കുമാരി റെയിൽവേ സ്റ്റേഷൻ എന്നായിരുന്നു. ഞാൻ ദൈവത്തെ ആ സമയത്ത് അവിടെ നിന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന് നന്ദി പറയാനാണ്. കർത്താവേ, അന്ന് കണ്ട ആ ദർശനം വെറുതെ ദർശനമല്ലായിരുന്നു, അത് വാസമായ ഒരു ദൈവിക ആലോചനയായിരുന്നു എന്ന് ഞാൻ പറയുവാനും, ഞങ്ങൾ അന്ന് എൻ്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും പറഞ്ഞു, ഞാൻ അന്ന് 21 ദിവസം ഇരുന്നപ്പോൾ കണ്ട ദർശനത്തിൻ്റെ ഉത്തരം ഇതാണ് എന്ന് പറയാനായിട്ട് ഇടയായിരുന്നു. ഞങ്ങൾ അവിടെ നേരം വെളുത്തു. ഞങ്ങളുടെ കയ്യിൽ ഏകദേശം ഒരു 1000 രൂപയുടെ താഴെ ഒരു 800 രൂപയുടെ അടുത്ത് ഞങ്ങളുടെ കയ്യിലുണ്ട്. വീടുകൾ അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ല. രാത്രിയായപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്തു, നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൻ്റെ മുൻവശത്ത് ഭിക്ഷക്കാർ താമസിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് പോയി താമസിക്കാം. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും 4 കുഞ്ഞുങ്ങളും ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ ആണ് ഞങ്ങളുടെ സുവിശേഷ വേലയുടെ 2ാമത്തെ സെക്ഷൻ്റെ ആരംഭം കുറിക്കുന്നത്. ഭിക്ഷക്കാരെല്ലാം വന്ന് അവരവരുടെ സ്ഥലം പിടിക്കുമ്പോൾ ഞങ്ങളും ചെന്ന് ഞങ്ങളുടേതായ ഒരു സ്ഥലമൊക്കെ ഈ സഞ്ചിയും ഭാണ്ഡക്കെട്ടൊക്കെ വെച്ച് അവിടെ ആരംഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, അവിടെ ഒരു മലയാളി സുഹൃത്ത് ഞങ്ങളെ കാണുവാനും അദ്ദേഹം ഞങ്ങൾക്കൊരു വീട് അവിടുന്ന് തരപ്പെടുത്തി തരുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു പായ പോലും, കിടക്കുവാനൊരു പായ പോലും ഞങ്ങളുടെ ഇല്ലായിരുന്നു. ഏകദേശം ഒരു 8 മാസത്തോളം ഞങ്ങൾ വെറുതെ തറയിൽ അവിടെ സാധാരണ കല്ല് വിരിച്ച ഒരു ചെറിയൊരു റൂം, ഒരു കമ്പനിയുടെ ഒരു ഗോഡൗണിൻ്റെ ഒരു ചെറിയ റൂം, അവിടെ ആ തറയിൽ ഞങ്ങൾ വെറുതെ അടിച്ചു വാരി അവിടെ തറയിലാണ് ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും കിടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഒരു ദൈവദാസൻ അവിടെ വന്ന് അദ്ദേഹത്തിന് ഇരിക്കാനായിട്ട് കൊടുക്കാൻ ഞങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഭാര്യയുടെ ഷോൾ വിരിച്ച് ആ ദൈവദാസനെ ഇരുത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. അദ്ദേഹം ഹൃദയം വേദനയോടുകൂടെ പ്രാർത്ഥിക്കുന്നത് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അനുഭവങ്ങൾ അങ്ങനെ ഏറെ ഉണ്ടെങ്കിൽ അവിടെ വളരെ പ്രതികൂലമായ അനുഭവമായിരുന്നു. എനിക്ക് അന്നും ഈ 500 രൂപ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ ഏറ്റവും ഇളയ മകൻ അവന് ആഹാരമില്ലായ്മയും വളരെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അവൻ എല്ലാ ദിവസവും അവന് പെട്ടെന്ന് ഒരു ബോധക്ഷയം വന്ന് കണ്ണുകളെല്ലാം മറിഞ്ഞ് അവൻ്റെ കൈ കാലുകൾ സ്റ്റിഫായി പോകുമായിരുന്നു. ഞങ്ങൾ അന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് അറിയത്തില്ല, പൈസ ഇല്ല. പെട്ടെന്ന് ഇവനെ കൈ കൊണ്ട് തട്ടുകയും ഒക്കെ ചെയ്ത് ഞങ്ങൾ വളരെ വേദനപ്പെടുമായിരുന്നു. ദിവസം പ്രതി എൻ്റെ ഇളയ കുഞ്ഞ് ജാക്സൺ എന്ന് പറയുന്ന കുഞ്ഞ് ദിവസം പ്രതി അവന് ഈ അനുഭവമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. വളരെ വേദനയായിരുന്നു. അവൻ മരിച്ചു പോകുമെന്ന് എൻ്റെ ഭാര്യയോട് പറയാൻ എനിക്ക് വേദനയായിരുന്നു. പിന്നീട് ഒരിക്കൽ അവളും എന്നോട് പറഞ്ഞു, ഞാനും നിങ്ങളോട് പറയാതിരുന്നത് നിങ്ങൾ വേദനപ്പെടുമല്ലോ എന്നോർത്തിട്ടായിരുന്നു. ഞാൻ അങ്ങനെ ഇതെല്ലാമാണെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് ഒരു ഭംഗവും ഞാൻ വരുത്തിയിട്ടില്ല. അന്നും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ട്രാക്ടറുകളൊക്കെ എടുത്ത് ഗ്രാമങ്ങളിലേക്ക് കടന്നു പോകുമായിരുന്നു. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ പോയി ഒരു 4-5 പേര് മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു. അത് വലിയൊരു അനുഭവം. എനിക്ക് അനുഭവത്തോടു കൂടെ ഞാൻ കടന്നു വരുമ്പോൾ ഒരു വലിയ വിജനമായ ഒരു സ്ഥലത്തുകൂടെ രാത്രിക്ക് ഒരു 8 മണി രാത്രി ഞാൻ നടന്നു വരികയാണ്. വിജനമായ ഒരു സ്ഥലത്തെത്തി. ഒരു മനുഷ്യന് അടുത്തൊന്നുമില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ ആ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് നോക്കി ഉറക്കെ എൻ്റെ ഉള്ള ശബ്ദത്തിൽ ഞാൻ കരയുവാനായി, എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ ഉറക്കെ ഒരു കരച്ചിൽ കരഞ്ഞു. ഒരു മനുഷ്യനും കേൾക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ എൻ്റെ പ്രാർത്ഥന അങ്ങനെ 1-2 സ്ഥലത്ത് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അന്ന്
ദൈവവചനത്തിൽ കാണാത്തൊരു വാക്ക് ഞാൻ കേൾക്കുവാനായിട്ടിരുന്നു. നിന്നെ കാരണങ്ങൾ ഉണ്ടാക്കി ഞാൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അത് എൻ്റെ ജീവിതത്തിൽ കേട്ട ഒരു ശബ്ദമാണ്. ആ ആ ശബ്ദം ഇന്നും എൻ്റെ ശരീരത്ത് അത് അനുഭവിക്കുന്നുണ്ട്. ഞാൻ അത് പറയുമ്പോൾ നിന്നെ ഞാൻ കാരണങ്ങൾ ഉണ്ടാക്കി അനുഗ്രഹിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വീട്ടിൽ കടന്നു വന്നപ്പോൾ സുഖമില്ലാത്ത കുഞ്ഞ് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അവൻ ആ അസുഖം പിന്നെ വന്നിട്ടില്ല. അവിടെ നിന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വേല തുടർന്നുകൊണ്ടിരുന്നു. അതിനുശേഷം ഞങ്ങൾ റായ്പൂർ എന്ന സ്ഥലത്തേക്ക് മാറി. അന്ന് സാമ്പത്തികമായ വളരെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ റായ്പൂരിലേക്ക് കടന്നു വന്നു. റായ്പൂരിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരിക്കൽ എൻ്റെ കയ്യിൽ ഒരു 500 രൂപ, എൻ്റെ കയ്യിലൊരു സപ്പോർട്ട് വന്ന ഒരു 500 രൂപയുണ്ട്. ഞാനിവിടെ ഒരു ഗ്രാമത്തിൽ വന്ന്, അഭൻപൂർ എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ താമസിക്കുന്ന ഗ്രാമത്തിൽ വന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ ഒരു ഉച്ച സമയത്ത് ഒരു മുട്ടുകുത്തി ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ കയ്യിൽ ഒരു 500 രൂപയുണ്ട്. ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഇതിനെ നീ അനുഗ്രഹിക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരവും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസവും ഞങ്ങൾക്ക് ആഹാരവും നീ തരണം. അല്ലാതെ എനിക്കൊന്നും വേണ്ട. കർത്താവിൻ്റെ വേല ചെയ്യാം. ഞാൻ 500 രൂപ ഒരാൾക്ക് ഒരു വീടിന് ചെറിയ 2 മുറിയുള്ള ഒരു ചെറിയ വീടിന് അഡ്വാൻസ് പോലെ കൊടുത്തു. അന്ന് 1500 രൂപ വീട്ടുപാടുക. എങ്കിലും എൻ്റെ കയ്യിലൊരു 500 രൂപ ഉള്ളത് ഞാൻ ആ മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഞാനൊരു സ്കൂൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് തന്നെ ഒരു ചിരിയാണ് വന്നത് 500 രൂപ കൊടുത്തിട്ട്. പക്ഷെ അവിടെ നിന്ന് ഒരു കുഞ്ഞ് അഡ്മിഷൻ വരും, ഞാനൊരു കസേര മേടിക്കും. അങ്ങനെ ആ സ്കൂള് ചെറിയ രീതിയിൽ ആരംഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രതീക്ഷയൊക്കെ വലുതായിരുന്നെങ്കിലും ആദ്യത്തെ വർഷം എൻ്റെ കുഞ്ഞുങ്ങളും എല്ലാം കൂട്ടി ഒരു 4-5 പിള്ളേരും കിട്ടി. ഒരു 10-14 പിള്ളേർ കൊണ്ട് തുടങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷേ ഞാൻ അതിൽ വലിയ സന്തോഷിക്കുവാനായിട്ട് ഇടയായിത്തീർന്ന ഒരു കാര്യം, എൻ്റെ കുഞ്ഞുങ്ങൾ ഫീസ് കൊടുക്കാൻ പറ്റാതെ സ്കൂളിൽ പോകാതെ 2 വർഷം പോയെങ്കിൽ എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളെ അവരുടെ സ്വന്തം ടീച്ചർമാർ സ്വന്തം സ്കൂളിൽ അവർക്ക് പഠിക്കുവാൻ ദൈവം വഴിയൊരുക്കി എന്നുള്ളതാണ്. ആ സ്കൂൾ അവിടെ നിന്ന് വളരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹൈസ്കൂൾ വരെ ആകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ ഈ സാക്ഷ്യം അല്പം കൂടി ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ പല വഴികൾ നിങ്ങൾ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. കുഞ്ഞുങ്ങൾക്ക് ആഹാരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് എൻ്റെ മൂത്ത മോൾ ക്ലിൻഡി മോൾ ഇന്ന് ബോംബെയിൽ അവളെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അവൾ MSc MA B.Ed ബിരുദധാരിയാണ്. എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് ക്രിസ്റ്റി ഷാജി, അവളുടെ വിവാഹം കഴിഞ്ഞ് ബാംഗ്ലൂരിലാണ്. അവൾ MSc M.Ed ബിരുദധാരിയാണ്. എൻ്റെ മൂന്നാമത്തെ മോൻ അവൻ MCA കഴിഞ്ഞ് നിൽക്കുന്ന മറ്റ് ഏതോ ബിരുദത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. എൻ്റെ ഇളയ മോൻ ജാക്സൺ ഷാജി, അവൻ MBA കഴിഞ്ഞു. ഇന്ന് ബാങ്ക് മാനേജറായിട്ട് അവൻ ഡ്യൂട്ടി ചെയ്യുകയാണ്. ഞാൻ ഇത് പറഞ്ഞതിൻ്റെ ഒന്നുകൂടെ ഞാൻ പറയട്ടെ, അന്ന് എൻ്റെ അവസ്ഥകൾ ഇതാണെങ്കിലും ഇന്ന് ഞാൻ ജീവിക്കുന്നത് ഏകദേശം 2.5 കോടി വിലയുള്ള ഒരു ബിൽഡിങ്ങിലാണ്, എൻ്റെ സ്വന്തം ബിൽഡിങ്ങിലാണ് ഞാൻ താമസിക്കുന്നത്. എനിക്കിന്ന് സ്കൂളുണ്ട്. സ്കൂൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ബിൽഡിംഗ് ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷേ 10 വരെയുള്ള സ്കൂള് ഇപ്പോൾ 8ാം ക്ലാസ് ആക്കി കുറച്ചിരിക്കുകയാണ്. അടുത്ത വർഷം ഞാനത് 4ാം ക്ലാസ് ആക്കും. അതിനുശേഷം കാരണം സ്കൂൾ പെട്ടെന്ന് ബിൽഡിംഗ് എല്ലാം അതിന് ശേഷം ഇതെന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് പലരും ചോദിക്കും. പക്ഷെ ഞാൻ ദൈവമായിട്ടൊരു ഉടമ്പടി ഉണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസവും ഞങ്ങൾക്ക് ആഹാരവും. അത് എൻ്റെ ഇളയ കുഞ്ഞിന് ജോലി കിട്ടി അന്ന് ഞാൻ എൻ്റെ സ്കൂള് നിർത്താനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തു. എന്നാൽ എൻ്റെ കൂടെ ഇന്ന് ഏകദേശം ഒരു 16 കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ ജീവിക്കുന്നു. ഗ്രാമങ്ങളിലും ഒക്കെയുള്ള ഞാൻ അത് തെളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കത്തില്ലാത്തതുകൊണ്ട് അത്രമാത്രം പറയുന്നു. എൻ്റെ കൂടെ അവർ ജീവിക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള ഹോസ്റ്റൽ ഞാൻ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇന്ന് ഈ കുഞ്ഞുങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളെല്ലാം ജീവിച്ച കുഞ്ഞുങ്ങൾ. ഇന്ന് എല്ലാവർക്കും ഞാനൊരു ഒരുപടി അഹങ്കാരത്തോടുകൂടെ പറയട്ടെ, അവർക്കെല്ലാം ഇന്ന് വില പിടിച്ച കാറുകളുണ്ട്. അതും ഗ്രാൻഡ് വിറ്റാറ, എല്ലാവർക്കും ഗ്രാൻഡ് വിറ്റാര ഉണ്ട്.
ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്ന ഒരു ഇൻവിക്ടോ 35 ലക്ഷത്തിൻ്റെ കാറാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം 25 ലക്ഷം 30 ലക്ഷത്തിനോടൊക്കെ കാറുകളുണ്ട്. 4-5 കാറുകൾ തന്നെ എൻ്റെ വീട്ടിലുണ്ട്. ഇത് പറയുവാൻ കാരണം ഇന്ന് ഈ സാക്ഷ്യത്തിലേക്ക് എത്തിച്ചത് ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച കർത്താവ് ഇതുവരെയും നടത്തിയ വഴികളും കൃപകളും ഓർക്കുകയാണ്. പലപ്പോഴും ഇട്ടേച്ച് പോകാൻ എൻ്റെ അമ്മ ഒരിക്കൽ പറയും, നീ അതെല്ലാം ഇട്ടേച്ച് പോകാൻ, നിന്നെ ഗൾഫിൽ പറഞ്ഞു വിടാം. ഞാൻ പറഞ്ഞു എനിക്കത് സാധ്യമല്ല. കാരണം എനിക്കത് അറിയത്തില്ല. മറ്റ് ജോലി ചെയ്യാൻ അറിയാനായിട്ടല്ല, പക്ഷെ അതെൻ്റെ ഹൃദയത്തിലില്ലായിരുന്നു. പ്രശ്നങ്ങൾ കേരളത്തിൽ ചെന്നപ്പോൾ ഞാനിതെല്ലാം വിചാരിക്കുന്നത് എന്നെ ഇവിടേക്ക് ദൈവമാണ് എത്തിച്ചത്. കേരളത്തിൽ ചെന്നപ്പോൾ എൻ്റെ സഹോദരങ്ങൾ എന്നെ സഹകരിച്ചില്ലെങ്കിൽ, എന്നെ സഹായിച്ചെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇവിടെ എത്തിച്ചേരത്തില്ലായിരുന്നു. ഈ വഴികളെല്ലാം എന്നെ വളരെ സഹായിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ തങ്ങിപ്പോകുമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ചില വഴികളിൽ കൂടെ നടത്തുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, ദൈവഹിതപ്രകാരം നമ്മെ ഏൽപ്പിക്കുവാനായിട്ട് നമ്മെ സമർപ്പിക്കേണ്ടതാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ലോക നന്മകൾ നമുക്ക് ഒരു ഒരു വഴിയായി നാം കണ്ടെത്തരുത്. പൗലോസ് പറഞ്ഞത്, നാം അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യം പ്രാപിക്കേണ്ടതാണ്. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ നാം അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കിടക്കേണ്ടതാകുന്നു. എൻ്റെ ഈ സാക്ഷ്യങ്ങൾ നിങ്ങൾ നന്മയിലേക്ക് എത്തിക്കുന്ന, അല്ലെ ലോക നന്മയിലേക്ക് എത്തിക്കുന്ന ഒരു വഴിയായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു വ്യക്തിയായി നാം തീരേണ്ടത് ആവശ്യമാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ വായിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ എത്തിച്ചതെന്ന് ഞാൻ പോലും വിചാരിക്കാത്ത, പ്രാർത്ഥിക്കാത്ത ഈ വിഷയത്തിലേക്ക് എത്തിക്കുവാൻ എന്നെ ദൈവാത്മാ പറഞ്ഞു തന്നത്, അനേക ജ്ഞാനികളെ ലഭിപ്പാൻ ദൈവം ഇവിടെ എഴുതിയിരിക്കുന്ന ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. അനേകം ലോകത്തിൽ നമ്മളെ ഭോഷരായ അങ്ങനെയുള്ള എന്നെ തിരഞ്ഞെടുത്തത് അനേകരുടെ മുമ്പിൽ ഈ ഒരു സാക്ഷ്യത്തിനായിരിക്കുമെന്ന് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ പൗലോസ് പറഞ്ഞത് ഇത്ര മാത്രമാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ജീവന്റെ കിരീടം എനിക്ക് വേണ്ടി, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. നമ്മുടെ ആരംഭമല്ല, നമ്മുടെ അവസാനം ഏറ്റവും അനുഗ്രഹമായി തീരണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒന്നുകൂടെ പറയട്ടെ, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാവുന്നവർ നന്മയോ കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ ഇതൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തെ തുലനം ചെയ്യരുത്. ചിലപ്പോൾ നന്മകളില്ലായിരിക്കാം. പൗലോസിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ഉണ്ടായിരുന്ന മനുഷ്യൻ അവിടെ തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ, തിമോത്തിയോസെ നീ വരുമ്പോൾ കുപ്രോസിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ആ പുതപ്പും ആ ചർമ്മലിഖിതങ്ങളും കൊണ്ടുവരണം. അദ്ദേഹത്തിന്റെ കയ്യിൽ വലിയ ലോക നന്മകളൊന്നും ഇല്ലായിരുന്നു. ഇന്നത്തെ സന്ദേശങ്ങൾ, എൻ്റെ സന്ദേശം ഒരിക്കലും ലോക നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ലോക സന്ദേശം തരുന്നവരുണ്ട്. നിന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം തരുമെന്ന് പറയുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തിലേക്ക് എത്തരുത്. ഇത് ജ്ഞാനികളെ ലജ്ജിപ്പാൻ ചിലപ്പോൾ ദൈവം എന്നെ ജ്ഞാനിയാക്കി നിർത്തിയിരിക്കും. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഇപ്പോഴും ആ കുമാരിയുടെ പ്രദേശത്തൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളോട് ചോദിക്കും, നാളെ ഒരു സുപ്രഭാതത്തിൽ ഈ ഹോട്ടലിന്റെ മുമ്പിൽ ദൈവം താമസിക്കാൻ നിങ്ങൾ അനുവദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? എൻ്റെ മക്കളും എന്നോട്, പപ്പ ഞങ്ങളൊക്കെ ഡബിളൊക്കെ. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഈ നന്മകൾ ചിലപ്പോൾ നാളെ നഷ്ടപ്പെട്ടേക്കാം. ഈ നന്മകൾ ചിലപ്പോൾ ഒരു നന്മകളല്ലായിരിക്കാം. ഇതൊരു നന്മയായിട്ട് ഞാൻ ഇന്നുവരെയും കാണുന്നില്ല. കാരണം ഞാൻ പ്രാർത്ഥിച്ച് മേടിച്ചൊരു കാര്യമല്ല. ദൈവം എന്നെ ചില വഴികളിൽ കൂടെ നടത്തിയപ്പോൾ അത് എന്നിൽ കൂടെ ചില അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയെത്തീർന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ സാക്ഷ്യം ഒരിക്കലും ഒരാൾക്ക് ഒരു തെറ്റായ സന്ദേശമാകരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ വളരെ ശ്രദ്ധിച്ച് പറയേണ്ടത് ആവശ്യമായിരുന്നല്ലോ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രതികൂലങ്ങളും വന്നത് ഒരിക്കലും ഞാനൊരു നന്മയ്ക്ക് വേണ്ടി പോയതുകൊണ്ടല്ല. അന്നും ഇന്നും ഞാൻ ഒരു ലോക നന്മ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നത്, സത്യമായിട്ടും എന്നെ അറിയാവുന്ന ദൈവഭക്തന്മാർക്കറിയാം, ഞാൻ ഒരിക്കലും ലോക നന്മയ്ക്ക് വേണ്ടി പുറകെ പോയതല്ല. നിങ്ങളോട് ഒരു സന്ദേശം എനിക്ക് പറയാനുള്ളത്, നാം കർത്താവിന് വേണ്ടി നിലനിൽക്കേണ്ടതാണ്. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭവും എന്ന് നമുക്ക് പറയുവാൻ കഴിയട്ടെ, പൗലോസിനെ പറയാൻ കഴിയട്ടെ. ഇതുവരെ സമയം നൽകി തന്ന, ഈ സാക്ഷ്യത്തിന് അവസരം നൽകി തന്ന ആരോമ ടിവിക്കും അതിൻ്റെ ഡയറക്ടറായ പാസ്റ്റർ ഡാനിയൽ ജോൺ അവരുകളെയും ഞാൻ ഇത്തരത്തിൽ ഓർക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
ഒരു ചെറിയൊരു പ്രാർത്ഥനയോടെ നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മഹാദൈവമേ, നിത്യപിതാവേ, നല്ല പകലിനായി നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇത്രത്തോളം നിന്റെ സന്നിധിയിലിരിപ്പാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഇതുപോലൊരു വേദി ഒരുക്കുവാൻ കർത്താവ് നൽകി തന്ന ആ സ്തോത്രം. ഈ ആരോമ ടിവിയുടെ അതിൻ്റെ പ്രവർത്തനത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം കർത്താവിൻ്റെ നന്മയ്ക്കും കർത്താവിൻ്റെ ആ വചന പ്രഘോഷണത്തിൽ നിന്ന് ഞങ്ങൾ അറിയുന്നു. നാഥ, നിന്റെ ദാസനെ അനുഗ്രഹിച്ചാട്ടെ, തൻ്റെ പ്രവർത്തനങ്ങളെ മാനിച്ചാട്ടെ. ഈ സാക്ഷ്യം കേൾക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലും ഒരു തെറ്റായ സന്ദേശം വരുവാൻ കർത്താവ് ഇടവരുത്തും. നാഥ, അനുഗ്രഹിക്കണമേ. നാഥ, ലോക നന്മയെക്കാളും വലുത് കർത്താവിൻ്റെ നിന്നയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് എന്ന് ഞങ്ങൾ അറിയുന്നു. നാഥ, അതിന് കർത്താവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. നാഥ, കഷ്ടതയോ ആപത്തോ വാളോ പട്ടിണിയോ ഒന്നും ദൈവസ്നേഹത്തിൻ്റെ അതിനെ തുലനം ചെയ്യുന്നതല്ല എന്ന് ഞങ്ങൾ അറിയുന്നു, ഏൽപ്പിക്കുന്നു. നാഥ, ഞങ്ങൾ അനുഗ്രഹിച്ചാട്ടെ, ഏറിയ പ്രത്യാശയോടെ നിർത്താട്ടെ. കർത്താവിന് വരെ വേണ്ടി ഞങ്ങൾ ഒരുക്കിയാട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. താങ്ക് യു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ഷാജി പാസ്റ്റർ. എത്രത്തോളം സമയം ദൈവം നടത്തിയ ജയകരമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ചില പടവുകളുടെ ആ അനുഭവങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാൻ ഭാഗ്യമുണ്ടായി. പിന്നത്തേതിൽ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ ഒരു മിഷണറിയായിട്ട് വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ദൈവം അയച്ച വിധങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. കഷ്ടതയുടെ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ കയറി ഇറങ്ങേണ്ടതായി വന്നു. ചില നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നതിൻ്റെ പിന്നിലും ചില കഷ്ടതകളുടെ ഒരു സൂചനയാണ്. ഈ നന്മ എന്നുദ്ദേശിക്കുന്നതും ചില കഷ്ടത എന്നുദ്ദേശിക്കുന്നതിനെയും നമ്മൾ വളരെ വ്യക്തമായിട്ട് അതിനെ വിചിന്തനം ചെയ്താൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പല പദ്ധതികളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടതയാണ് ശരിക്കുമുള്ള നന്മയെന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. സ്തോത്രം. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ കഷ്ടതയെ വളരെ തരം താണ് കാണുകയും നന്മയെ അല്ലെങ്കിൽ ഭൗമികമായ താൽക്കാലികമായ നന്മയെ അതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുകയും ചെയ്യുന്ന കാഴ്ചപ്പാട് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. എന്നാൽ ദൈവദാസൻ ഈ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. അതിൻ്റെ നടുവിൽ ആ കഷ്ടതയുടെ ചില അനുഭവങ്ങളൊക്കെ പറഞ്ഞു. ഒത്തിരി പട്ടിണി കിടന്ന അനുഭവങ്ങൾ, കുഞ്ഞുങ്ങളുമായിട്ട് ആഹാരമില്ലാതെ യാത്ര ചെയ്ത ജീവിച്ച കിടന്ന അനുഭവങ്ങൾ, ഒത്തിരി വേദനാജനകമായ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നു. ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പല പ്രയാസങ്ങളും ഒക്കെ കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ പല കരുതലുകളും അവിടെ അനുഭവിക്കുവാൻ ഇടയായി. എന്നാൽ ദൈവം നമ്മെ മാനിക്കുന്നവനാണ്. എന്നും നമ്മളെ അതേ അവസ്ഥയിൽ തുടരുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. നമ്മുടെ സ്ഥിതിക്ക് ദൈവത്തിന് മാറ്റം വരുത്തും. നമ്മളെ നിന്ദിക്കുകയും അപമാനിക്കുകയും ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്തവരുടെ മുൻപിൽ നമ്മെ ദൈവം തല ഉയർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ജോസഫിനെന്നും പൊട്ടക്കിണറ്റിൽ കിടക്കേണ്ടി വന്നില്ല, കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നില്ല. ഒരു സമയമായപ്പോൾ ജോസഫിനെ ദൈവം മിസ്രൈമിൽ ഒരു മന്ത്രിയായിട്ട് ദൈവം ഉയർത്തുവാൻ, അത് തൻ്റെ സ്വന്തം സഹോദരങ്ങൾക്ക് വലിയൊരു ജനറേഷന് തന്നെ താൻ ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവം ജോസഫിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. എന്നാൽ അതിനു മുൻപ് കൊടുക്കേണ്ട വില വളരെ വലുതായിരുന്നു. ഒരു കനാൻ നാട് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതിന് മുന്നമേ ഒരു മരുഭൂമിയുടെയും ചെങ്കടലിൻ്റെയും മിസ്രൈമിൻ്റെ അനുഭവങ്ങളിലൂടെ അവൻ കയറി ഇറങ്ങുന്ന ചില അനുഭവങ്ങൾ. എന്നാൽ പിന്നത്തേതിൽ ദൈവത്തിൻ്റെ സൗഭാഗ്യകരമായ ചില അനുഭവങ്ങൾ അവന് നിത്യതയ്ക്കായിട്ട് ഒരുക്കുവാൻ ഇടയായിത്തീരുമല്ലോ. പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന എല്ലാ വിധമായ കഷ്ടതകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുകൊണ്ട് ഇന്ന് ജീവിതത്തിൽ ചില ഭൗമിക നന്മകളും അനുഭവിപ്പാൻ, അതുപോലെ തലമുറകൾക്ക് നല്ല വിദ്യാഭ്യാസം,
ദൈവം കൊടുക്കുവാൻ. കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന ഒരു സമയമുണ്ട്. അവർക്ക് പഠിക്കുവാൻ കഴിയാതെ, ഫീസ് കൊടുക്കുവാൻ കഴിയാതെ അവരലഞ്ഞ, അവരുടെ പഠിപ്പ് മുടങ്ങിയ അനുഭവങ്ങളുണ്ട്. എന്നാൽ സ്വന്തം സ്ഥാപനത്തിൽ തന്നെ ആ ഒരു നിലയിൽ വന്ന കുഞ്ഞുങ്ങൾക്ക് പഠിച്ച് വളർന്ന് വലുതാകുവാൻ, അനേക കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാനൊക്കെ ഉള്ള നല്ലൊരു സ്ഥാപനമൊക്കെ ഉടലെടുക്കുവാൻ ദൈവദാസനെ ദൈവം ഉപയോഗിച്ചല്ലോ. ദൈവം ആദരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവദാസൻ്റെ തണലിൽ അനേക പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം കണ്ടെത്തുവാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV-യിൽ കടന്നു വന്ന് ഇങ്ങനെ ജീവിതാനുഭവം പറയുവാൻ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി സമയം വേർതിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവ് ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ പ്രയോജനപ്പെടുവാൻ ദൈവേറെ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങൾക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിശ്ചയമായും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം നമ്മെ കരം പിടിച്ചുയർത്തുന്ന, നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുന്ന ഒരു ദൈവമാണ്. എന്നും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ അതേ അനുഭവത്തിൽ നാം കഷ്ടപ്പെടുവാൻ ദൈവം നമ്മെ അനുവദിക്കത്തില്ല. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടി നിന്നാൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കുന്ന ദൈവമാണ്. നമ്മെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ദൈവം മുൻപാകെയും മനുഷ്യൻ്റെയും മുൻപാകെ വിശ്വസ്തയോടെ നിൽക്കുവാൻ തയ്യാറാകുമെങ്കിൽ കർത്താവ് നമ്മെ അധികത്തിന് വിചാരകനാക്കും. ആകയാൽ ദൈവം നമ്മെ ഭരമേൽപ്പിച്ച 1 താലന്തേ ഉള്ളോ, 2 താലന്തേ ഉള്ളോ, 5 താലന്തേ ഉള്ളോ, താലന്തിൻ്റെ വലിപ്പമോ എണ്ണമോ നോക്കാതെ ഭരമേൽപ്പിച്ച ശുശ്രൂഷ ഭംഗിയായി ചെയ്യുവാൻ തയ്യാറാകുമെങ്കിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കായി എന്ന് നമ്മോട് പറഞ്ഞ നമ്മുടെ പ്രാണപ്രിയൻ വരാറായി. കർത്താവിൻ്റെ ആ ശാശ്വത ഭവനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനുള്ളതായ യാത്ര തുടരാം. കർത്താവ് നമ്മെ എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷിച്ചാൽ പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com